ഇവിടെ പ്രതിപക്ഷത്തിന് എന്ത് പറ്റി എന്ന ചോദ്യം തന്നെയാണ് സർ ആവർത്തിക്കാൻ തോന്നുന്നത്. സർ, ഇവിടെ പ്രമേയ അവതാരകൻ അദ്ദേഹം അവതരിപ്പിച്ച പ്രമേയം ചർച്ചയ്ക്കെടുത്തതിൽ സന്തോഷം പറഞ്ഞു. ആ സന്തോഷത്തിൽ ഞങ്ങൾ തർക്കിക്കുന്നില്ല. പക്ഷേ ഗവൺമെൻറ് മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ, ഈ നാട്ടിലെ പാവപ്പെട്ടവനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ് ചെയ്ത പ്രവർത്തനങ്ങൾ വിശദീകരിക്കാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരം എന്ന രീതിയിൽ അത് ചർച്ചയ്ക്കെടുക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നു എന്നാണ് സാർ പറഞ്ഞത്. അതാണ് ആ വിഷയത്തെ ഗവൺമെൻറ് കാണുന്നത് അങ്ങനെയാണ് സർ. സർ, ഇവിടെ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ വിലക്കയറ്റവും CPI സമ്മേളനവുമായി കണക്ട് ചെയ്തുള്ള പരാമർശങ്ങൾ അത് അതിനെ അവഗണിക്കുകയാണ് സർ. പത്രവാർത്തകൾ എടുത്തു വെച്ചുകൊണ്ട് CPIയുടെ സമ്മേളനങ്ങൾ വിലയിരുത്താൻ പോകുന്നവർ അവർ ഈ ആനയെ കണ്ട കുരുടന്മാരെ പോലെയാണ് സർ. അത്രയാലും വേറെ ഒന്നും പറയാനില്ല. പത്രസമ്മേളനം നടത്തിയില്ലല്ലോ സർ AK ആന്റണിയെ പോലെ. AK ആന്റണി നടത്തിയ പത്രസമ്മേളനം ഇവിടെ പരാമർശിക്കപ്പെട്ടതല്ലേ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പത്രസമ്മേളനം നടത്തി കണ്ടില്ലല്ലോ അവർ സർ. അത് ഈ വിലക്കയറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ കേന്ദ്ര നയത്തെക്കുറിച്ച് ഒരു അക്ഷരം പറയുന്നില്ലല്ലോ സർ. കേന്ദ്ര നയത്തെ സംബന്ധിച്ച് അത് പറയാത്ത കാരണമുണ്ട്. പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ്. ചില കൂട്ടുകെട്ടുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി അധികാരത്തിൽ വരേണ്ട ആവശ്യം അവർക്കുണ്ട് സർ. കേന്ദ്രത്തെക്കുറിച്ച് ഒരു അക്ഷരവും പറയുന്നില്ല സർ. ഇത് രാഷ്ട്രീയമല്ലേ സർ? ഇതിനകത്ത് രാഷ്ട്രീയമില്ലേ? ആ രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടി കാണണ്ടേ സർ? സർ, ഇൻഫ്ലേഷനെ കുറിച്ച് പറഞ്ഞു ഇവിടെ. സർ, ഇൻഫ്ലേഷൻ കൂടിയിരിക്കുമ്പോഴും വിലകൾ കേവല വിലകൾ താന്നിരിക്കുന്ന പ്രതിഭാസമുണ്ട് സർ. ഇൻഫ്ലേഷൻ കുറഞ്ഞിരിക്കുമ്പോഴും വിലകൾ ഉയരുന്ന സാഹചര്യമുണ്ട്. ഇൻഫ്ലേഷൻ വെച്ച് മാത്രമായിട്ട് നമ്മുടെ മാർക്കറ്റിനെ കാണാൻ കഴിയില്ല സർ. സർ, ഇവിടെ എന്താണ് സംഭവം? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എളുപ്പമാണ് സർ. സർ, സർക്കാർ ചെലവ് കൂടിയത് കാരണം ഇൻഫ്ലേഷൻ കൂടിയെന്ന് രാജ്യത്ത് തെറ്റിദ്ധരിപ്പിച്ചു വന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ, അതിന്റെ പിൻഗാമികളായിട്ട് നമുക്ക് ഇവരെ കാണാൻ കഴിയും സർ. സർ, കേരളത്തിലെ ഈ വെളിച്ചെണ്ണയുടെയും നാളികേരത്തിന്റെയും വില വർദ്ധിച്ചതുകൊണ്ട് മാത്രം ഭക്ഷണ പാനീയത്തിൽ ഇൻഫ്ലേഷൻ ഉയർന്ന സർ. വേറെ ഒരു ഭക്ഷണ പാനീയത്തിന്റെയും വില കൂടിയിട്ടില്ല സർ. സർ, അവിടെ ഉയർന്ന പല മിസ്ലേനിയസ് ഗുഡ്സിന്റെയും പലചരക്കുകളുടെയും ഉപയോഗം ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല, കേരളത്തിൽ കൂടുതലാണ് സർ. സർ, അതിലെ ഈ ഗ്രാമീണ കേരളത്തിൽ 42.5% പലവക ചരക്കുകൾക്ക് നൽകിയിട്ടുള്ള വെയിറ്റ്. നഗരമേഖലയിൽ 38.5% സർ. അത് രാജ്യവ്യാപകമായി പരിശോധിക്കുമ്പോൾ ഗ്രാമീണ മേഖലയിൽ 28% മാത്രമാണ് സർ. ഇവിടെ 42% ആളുകളുടെ ഉപയോഗമാണ് സർ. ഈ ദേശീയ ശരാശരി 28% മാത്രമാണ്, ഇവിടെ 42%. ഇപ്പൊ സ്വർണം, നമ്മുടെ സ്വർണ്ണാഭരണങ്ങൾ, വെള്ളിയാഭരണങ്ങൾ, രത്നങ്ങൾ, മുത്തുകൾ, കുട, സിഗരറ്റ്, സോപ്പ്, പേസ്റ്റ്, ബ്രഷ്, പെർഫ്യൂമുകൾ, ഷാംപൂ, ഷേവിംഗ് ബ്ലേഡ്, ഷേവിംഗ് ക്രീം, സൂട്ട് കേസ്, ക്ലോക്ക്, വാച്ച് എന്നിവയെല്ലാം ഉൾപ്പെടെ സർ. അപ്പം അത്തരത്തിലുള്ള പലവകയുടെ ഉപയോഗം കേരളത്തിൽ കൂടുതലാണെന്നുള്ളത് കൊണ്ട് ഇതിന് ഈ ഇൻഫ്ലേഷൻ വെച്ച് മാത്രമായിട്ട് കേരളത്തിലെ ഈ വില നിലവാരത്തെ അളക്കുന്നതിൽ അർത്ഥമില്ല സർ. സർ, അതിനെ സംബന്ധിച്ച് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല സർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ കേരളത്തിൽ ഒരു പാവപ്പെട്ടവനും പട്ടിണി നടക്കില്ല സർ. ഒരാളും പട്ടിണി നടക്കില്ല. വിശപ്പ് രഹിത കേരളം ഇടതുപക്ഷ മുദ്രാവാക്യമാണ് സർ. അത് ദരിദ്രരില്ലാത്ത കേരളമായിട്ട് ഈ നവംബർ 1 കേരളം മാറുകയാണ് സർ. രാജ്യത്ത് എവിടെയാണ് ഈ പാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനൊരു ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് സർ? സർ, വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് സർ. മാർക്കറ്റിൽ വില നിശ്ചയിക്കുന്നത് ഗവൺമെന്റ് അല്ലല്ലോ, അത് ഉൽപാദകനും വിതരണക്കാരനുമാണ് സർ. സർ, നെഹ്റുവിന്റെ കാലത്ത് 1955 ഉണ്ടാക്കിയ എസൻഷ്യൽ കമ്മോഡിറ്റി ആക്ട്, അതിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് സർ? 1991 അധികാരത്തിൽ വന്ന കോൺഗ്രസ് ഗവൺമെന്റ് അതിനെ ഡീറെഗുലേഷൻ നടത്തിയിട്ട് അതിന്റെ മുനയൊടിച്ചില്ലേ സർ? കുത്തകകൾക്ക് ആവശ്യം പോലെ സാധനങ്ങൾ പൂഴ്ത്തിവെക്കാനും ഉപയോഗിക്കാനും കഴിയുന്ന സംവിധാനത്തിലേക്ക് ആ രാഷ്ട്രീയ നിലപാടുകൾ ഈ രാജ്യത്തെടുത്തവരാണ് സർ. എന്ത് ആത്മാർത്ഥതയാണ് ഈ അടിയന്തര പ്രമേയത്തിൽ കോൺഗ്രസിനുള്ളത് സർ? സർ, അത് ഈ പറയുന്ന എങ്ങനെയാണ് ഈ വിലക്കയറ്റം മാർക്കറ്റിൽ ഉൽപാദകനും വിതരണക്കാരനും കൂടി ചേർന്ന് നടത്തുന്ന ആ വില നിശ്ചയിക്കുന്ന പരിപാടിയെ നിയന്ത്രിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്ന് LDF ഗവൺമെന്റുകളാണ് സർ ഈ കേരളത്തിൽ കാട്ടി തന്നിട്ടുള്ളത്. സർ, നമുക്കറിയാം 1980 നയനാർ മന്ത്രിസഭയിലുണ്ടായ ചന്ദ്രശേഖരൻ നായർ അദ്ദേഹം ആരംഭിച്ച മാവേലി സ്റ്റോർ, അന്ന് ഒരു വിഭാഗം വ്യാപാരികളും ചില ആളുകളും ഒക്കെ ഇതിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചല്ലോ സർ. ഇവർ ആരുടെ ആയിരുന്നു സർ? മാവേലി സ്റ്റോറിനെതിരായിട്ട് വാമന സ്റ്റോർ എന്ന് പറയുന്ന ആശയവുമായിട്ട് നടന്നവരല്ലേ സർ അവർ? എന്ത് ആത്മാർത്ഥതയാണ് ഈ അടിയന്തര പ്രമേയത്തിൽ കോൺഗ്രസിനുള്ളത് സർ? സർ, അതില് മാവേലി മന്ത്രി എന്ന് ചന്ദ്രശേഖരൻ നായരെ വിശേഷിപ്പിച്ച് നമുക്കറിയാലോ സർ. 1987 അദ്ദേഹം വീണ്ടും മന്ത്രിയായപ്പോൾ
മാവേലി റേഷൻ കടകൾ, സൂപ്പർ മാർക്കറ്റുകൾ, പെട്രോൾ ബങ്കുകൾ, മൊബൈൽ മാവേലി സ്റ്റോറുകൾ, പാചക വിതരണ കേന്ദ്രങ്ങൾ, റേഷൻ മൊത്ത വ്യാപാര കേന്ദ്രങ്ങൾ, അങ്ങനെ അതിനെ വിപുലീകരിച്ചു സാർ. ഇന്ന് അതിന്റെ സ്ഥിതി എന്താണ് സാർ? ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് അത് 1629 ഔട്ട്ലെറ്റുകളായിട്ട് മാറ്റി സാർ. 1629 ഔട്ട്ലെറ്റ്, പുതിയതായിട്ട് 250 ഔട്ട്ലെറ്റുകൾ ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആരംഭിച്ചു സാർ. കേരളത്തിൽ വിപണി ഇടപെടലാണ് സാർ ഗവൺമെന്റ് നടത്തുന്നത് സാർ. അതിനു വേണ്ടിയിട്ട് നമ്മളൊന്ന് കണക്കൊന്ന് പരിശോധിക്കാം സാർ. UDFന്റെ കാലത്ത് 2011-16 കാലയളവിൽ 538 കോടി രൂപയാണ് വിപണി ഇടപെടലിൽ ചെലവാക്കിയത് 5 വർഷം കൊണ്ട്. ഇടതുപക്ഷ സർക്കാർ ഈ പറയുന്ന 2 ഗവൺമെന്റ് കാലത്ത് 7270 കോടി രൂപ, 538 സ്ഥാനത്താണ് 7270 കോടി രൂപ. അതിൽ 6500 കോടി രൂപ ഈ സർക്കാരിന്റെ കാലത്താണ് സാർ. സാർ ഈ ഓണത്തിന്റെ കാര്യം എടുക്കുക സാർ. സപ്ലൈകോ വഴി 386 കോടി രൂപയാണ് ചെലവഴിച്ചത്. കൺസ്യൂമർ ഫെഡ് വഴി 187 കോടി രൂപയാണ് ചെലവഴിച്ചത്. സഹകരണ മേഖല വഴി 125 കോടി രൂപ. കൃഷി വകുപ്പ് 10% വില കൂട്ടിയെടുത്ത് 30% വില കുറച്ചു കൊടുക്കുന്ന ഹോർട്ടികോർപ്പിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആ പ്രവർത്തനങ്ങൾ. റേഷൻ കട വഴി സാർ 1.5 ലക്ഷം മെട്രിക് ടൺ അരിയാണ്, ഏതാണ്ട് 597 കോടി രൂപയുടെ അരിയാണ് സാർ ഈ കേരളത്തിൽ ഈ ഓണത്തിന് ഈ ഗവൺമെന്റ് കൊടുത്തത് സാർ. അങ്ങനെ 1296 കോടി രൂപയുടെ വിപണി ഇടപെടലിൽ ഈ ഗവൺമെന്റ് വിവിധ രീതിയിൽ നടത്തിയിട്ടുണ്ട് സാർ. സാർ ഇന്ന് നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങളുടെ സ്ഥിതി എന്താണ് സാർ? പോയി പരിശോധിക്കണം. ഈ പ്രതിപക്ഷ MLA മാർ എല്ലാ പാവപ്പെട്ടവന്റെ വീട്ടിൽ 2 മാസത്തേക്കുള്ള സാധനം സ്റ്റോക്കാണ് സാർ. സ്റ്റോക്കാണ്, 2 മാസമുള്ള സാധനം സ്റ്റോക്കാണ്. ഈ സഹകരണ മേഖലയും സപ്ലൈകോയും കൺസ്യൂമർ ഫെഡും ഹോർട്ടികോർപ്പും റേഷൻ കടയും എല്ലാം വഴി നൽകിയതിന്റെ ഫലമായിട്ട് സാർ സപ്ലൈകോ വഴി നമ്മൾ കണക്ക് പരിശോധിക്കുക സാർ. 95 ലക്ഷം കാർഡ് ഉടമകളാണ് കേരളത്തിലുള്ളത്. 57 ലക്ഷം കാർഡ് ഉടമകൾ, ഏതാണ്ട് 2.5 കോടി ജനം ഈ കേരളത്തിൽ സപ്ലൈകോ വഴി ഓണത്തിന്റെ സാധനം വാങ്ങിയിട്ടുണ്ട് സാർ. റേഷൻ കട വഴി 83 ലക്ഷം ആളുകൾ, 88% ആളുകൾ. കോവിഡ് കാലത്താണ് ഇതിനേക്കാൾ കൂടുതൽ ആൾ റേഷൻ കട വന്നിട്ടുള്ളത്. ഇത് ആളുകൾക്ക് ആശ്വാസമാണ് സാർ. 88% ആളുകൾ റേഷൻ കട വഴി ഈ അരി വാങ്ങി സാർ. ഇത് ഗവൺമെന്റിന്റെ ഇടപെടലുണ്ടല്ലേ സാർ. ഇതിൽ ഒരാൾക്ക് മുൻഗണനാ വിഭാഗത്തിലെ ആളുകൾക്ക് 2 മാസം അരി എന്ന് പറയുമ്പോൾ ആരും പരിഹസിക്കണ്ട. ഒരാൾക്ക് 5 കിലോ അരി സൗജന്യം കൊടുക്കുന്ന കൂടാതെ ഒരാൾക്ക് 5 കിലോ 10 രൂപ 90 പൈസ നിരക്കിൽ കൊടുക്കുന്നു. മഞ്ഞ അരിക്ക് 35 കിലോ നിലവിലുള്ള കൂടാതെ ഓണക്കിറ്റ് പഞ്ചസാര കൊടുക്കുന്നു. വെള്ളക്കാരന് 15 കിലോ അരി, സപ്ലൈകോ വഴി 25 രൂപയ്ക്ക് 20 കിലോ അരി. അപ്പൊ ഈ UDFന്റെ കാലത്ത് മാവേലി സ്റ്റോറിന്റെ സ്ഥിതി എന്താണ് സാർ? അവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഒഴിഞ്ഞ കാലിച്ചാക്കും കുറച്ച് എലികളും അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്ന സാർ അവിടെ? ആ മാവേലി സ്റ്റോറിനെയാണ് ഈ രീതിയിലേക്ക് ഈ ഗവൺമെന്റ് എത്തിച്ചത് സാർ. സാർ ഇവിടെ വില വ്യത്യാസത്തിന്റെ ഈ 2016 മുതൽ 23 വരെ സാർ 5 വർഷമാണ് ഈ വില വർദ്ധിപ്പിക്കത്തിനുള്ള പ്രകടന പത്രിക ഉണ്ടായിരുന്നത് സാർ. 7 വർഷം ഒരു വ്യത്യാസവുമില്ലാതെ കൊണ്ടുപോയി സാർ. സാർ നമ്മൾ ഇവിടെ ആത്മാർത്ഥമായി പറയുന്ന UDF ശ്രദ്ധിക്കണം സാർ. ഇന്നിപ്പോ 2012 പൊതുവിപണിയും ഉള്ള വിലയും അന്നത്തെ വിപണി വ്യത്യാസവും തമ്മിൽ കണക്കുകൂട്ടിയിട്ടുണ്ട് സാർ. അന്ന് ജയ അരിക്ക് പൊതുവിപണിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന വില വ്യത്യാസം 21% മാത്രമാണ് സാർ. ഇന്ന് ഈ പറയുന്ന കാലത്ത് അന്ന് 21% ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വില വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 27% ഉണ്ട് സാർ. 27%. അത് കുറുവേരി 25, 28 ഉണ്ട്. മട്ടയരിക്ക് അതുപോലെ വെളിച്ചെണ്ണ, ഞാൻ എല്ലാം പറയുന്നില്ല സാർ. വെളിച്ചെണ്ണ അന്ന് 2012 17% UDF ഇരുന്ന കാലത്ത് ഓപ്പൺ മാർക്കറ്റിലെ വിലയുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യാസം. ഇന്ന് ആ 17ന്റെ സ്ഥാനത്ത് 27% സാർ. 27%. 2012ലെയും 2025ലെയും കണക്ക് ഞങ്ങൾ മേശപ്പുറത്ത് വയ്ക്കാൻ തയ്യാറാണ് സാർ. അത്തരത്തിൽ ഈ വിഷയത്തിൽ ഇടപെടുന്ന ഗവൺമെന്റിന്റെ മുമ്പിലാണ് അത് പറയാനാണ് അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാമെന്ന് മന്ത്രി പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാർ. സാർ ഇതിനെതിരായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നിലപാടുകളുമായി എന്തെങ്കിലും ഇവിടെ NFS നിയമം ഉണ്ടായപ്പോൾ 57% ആളുകൾ റേഷനിൽ നിന്ന് പുറത്തായി. എന്ത് നിലപാടാണ് സാർ ഇവരെടുത്തത്? MP-മാരുടെ സഹായം എന്താണ്? നമ്മുടെ വിഹിതം 16 ലക്ഷം മെട്രിക് ടൺ ഉണ്ടായിരുന്ന വിഹിതം 14 ലക്ഷമായി കുറച്ചു. നിലവിലുള്ളതെങ്കിലും അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു പ്രമേയം പാസ്സാക്കാൻ നേരത്ത് പ്രതിപക്ഷം ഇറങ്ങിപ്പോയല്ലായിരുന്നു സാർ. എന്ത് ആത്മാർത്ഥതയാണ് കേരള ജനതയോട് അവർ കാണിക്കുന്നത്? MP-മാരുടെ നിലപാട് എന്താണ്? കോൺഗ്രസ് MP-മാരുടെ സാർ. അത്തരത്തിൽ ഈ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളുടെ മലയാളിയുടെ കീശ കീറാതെ ഓണം ഒരുക്കിയ ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്ന് ഈ കേരളം തിരിച്ചറിയുന്നുണ്ട് സാർ. ഈ അടിയന്തര പ്രമേയത്തെ എതിർക്കുകയാണ്.